وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അറഫയുടെ മൈതാനിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതം പൂർത്തിയായി എന്നും ഈ മതത്തെ തൃപ്തിപ്പെട്ടു എന്നും പഠിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇറങ്ങുമ്പോൾ ഈ മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഈ മതത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല എന്ന കാര്യത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട എല്ലാ കാര്യങ്ങളെയും പഠിപ്പിച്ചു തന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നരകമോചനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നാം ഉപേക്ഷ വരുത്തണം എന്ന കാര്യത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം പോലും അവിടെ നിന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല എന്നത് ഏത് വിശ്വാസികളും, ഏതൊരു മുസ്ലിമിനും, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെയാണ് ദീനിനെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ദീനായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചോ അതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആചാരാനുഷ്ഠാന കർമ്മരംഗങ്ങളിൽ അവൻ സ്വീകരിക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്നും അവൻ്റെ ജീവിതത്തിലേക്ക് ദീനായി കടത്തിക്കൊണ്ടുവന്ന് ചെയ്യാൻ അവന് പാടില്ല എന്നുമുള്ള കൃത്യമായ ബോധവും കൃത്യമായ
അറിവും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇവിടെയാണ് സമൂഹത്തിലേക്ക് പുതുതായി കടന്നുകൂടിയിട്ടുള്ള ആഘോഷദ്വരയുടെ പേരിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ കടന്നു വന്നിട്ടുള്ള ഒരു ഏർപ്പാടാണ് നബിദിനം എന്ന ഒരു ഏർപ്പാട്. സഹോദരങ്ങളെ, നബിദിനം എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ ആഘോഷിച്ചാൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒരു മിഠായി കൊടുക്കുന്നതിലോ ഒരു റാലി സംഘടിപ്പിക്കുന്നതിലോ കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിലോ അതല്ലെങ്കിൽ അന്നത്തെ ദിവസം അന്നം കൊടുക്കുന്നതിലോ എന്തിനാണ് നിങ്ങൾ ഇത്ര എതിർക്കുന്നത്, നിങ്ങൾ ഇത്ര പ്രശ്നം കാണുന്നത് എന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാകും. സഹോദരങ്ങളെ, മിഠായി കൊടുക്കുന്നതിനെതിരല്ല, ഭക്ഷണം കൊടുക്കുന്നതിനെതിരല്ല, കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുന്നതിനെതിരല്ല. പക്ഷെ ഇതൊക്കെ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലാകുമ്പോൾ അത് എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് വിലയിരുത്തിയാൽ, പഠിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബ 9-ാം അധ്യായം 36-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അടിവരയിട്ടുകൊണ്ട് പുണ്യമുള്ള മാസങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹറൻ ഫി കിതാബില്ലാഹ് എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അർബഅത്തു ഹുറും 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഏതാണ് ആ 4 മാസങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ആ മാസങ്ങൾ എന്ന് പറയുന്നത് മുഹറമാണ്, റജബാണ്, ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്. പിന്നീടോ പരിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങളിൽ പറഞ്ഞു ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിന്റെ പോരിശയെക്കുറിച്ചും പഠിപ്പിച്ചു. ഇതല്ലാത്തൊരു പ്രത്യേക മാസത്തെ ഖുർആനിലോ ഹദീസിലോ അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഇജ്മാഇലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. റബീഉൽ അവ്വലിന് പുണ്യമുണ്ട് എന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല, സ്വഹാബത്തിന്റെ ചര്യകളില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെങ്ങനെയാണ് ഒരു കാര്യം ദീനിൽ പുണ്യമാവുക? പുണ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് പഠിപ്പിക്കുന്നതിനാണ് പുണ്യമെന്ന് പറയുന്നത്. പുണ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നതിനെയാണ് പുണ്യമെന്ന് പറയുന്നത്. ഇതൊന്നും പഠിപ്പിക്കാതെ ഒരു മാസത്തിന് പുണ്യം കൽപ്പിക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, അപകടം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും നബിദിനത്തെ എതിർക്കാനുള്ള കാരണം. നബിദിനം കഴിക്കുന്നവർ റബീഉൽ അവ്വൽ മാസത്തെ മറ്റു മാസങ്ങളെക്കാളൊക്കെ വല്ലാത്ത പുണ്യം കരുതി ആണ് ആഘോഷിക്കുന്നത്, അതല്ലെങ്കിൽ അതിനെ കരുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നസീ എന്നൊരു പ്രയോഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് നസീ എന്ന് പറഞ്ഞാൽ? ഇന്നമൻ നസീഉ സിയാദത്തു ഫിൽ കുഫ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നസീ എന്നാൽ അത് സത്യനിഷേധത്തെ വർധനവ് തന്നെയാകുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്താണ് നസീ എന്ന് പറഞ്ഞാൽ? പുണ്യമില്ലാത്ത മാസത്തെ പുണ്യമായി കണക്കാക്കുകയും പുണ്യം ഉള്ള മാസത്തെ ആ പുണ്യത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നതിനെയാണ് നസീ എന്ന് പറയുന്നത്. മുഹറം മാസം പുണ്യമുള്ള മാസമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ മുഹറം മാസത്തെ എണ്ണി വരുന്നത് എന്തായിട്ടാണ്? അത് നഹ്സിന്റെ മാസമായിട്ടാണ്. ഗൗരവത്തിൽ ചിന്തിക്കണം. അന്ന് ശകുനത്തിന്റെ മാസമായിട്ടാണ്. മുഹറം മാസത്തിൽ ഒരു കുടിയിരിക്കലില്ല, ഒരു വീട് മാറി താമസിക്കുന്നില്ല, ഒരു കല്യാണ ആളുകൾ നടത്തണില്ല. ഇങ്ങനെയുള്ള പല നിലക്കുള്ള നല്ല കാര്യങ്ങളെ മാറ്റിവെക്കുന്നു. കാരണം അന്ന് നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ്. എന്നാലോ റബീഉൽ അവ്വൽ മാസത്തിൽ ഇതാ വീട് കൂടലുണ്ട്, അല്ലെ പുതിയ വീട് താമസങ്ങൾ അധികരിക്കുന്നു, കല്യാണങ്ങൾ അധികരിക്കുന്നു, നല്ല നല്ല ഏർപ്പാടുകൾ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് മാറ്റിവെക്കുന്നു. എന്തേ കാരണം പറയുന്നത്? അത് നല്ല മാസല്ലേ, നല്ല ഐശ്വര്യം ഉണ്ടാകും, അതല്ലെങ്കിൽ കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ആളുകൾ പറയുന്നതെങ്കിൽ ഇവിടെ സംഭവിക്കുന്നതും പരിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ നസീ തന്നെയാണ്. എന്താണത്? അതേ പുണ്യമില്ലാത്ത മാസത്തെ റബീഉൽ അവ്വലിനെ പുണ്യമായി കണക്കാക്കുകയും പുണ്യമെന്ന് പഠിപ്പിച്ച മുഹറത്തെ അതിനെ
നഹ്സിൻ്റെ ദുശഗുണത്തിൻ്റെ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണക്കാക്കി സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ വലിയ അപകടങ്ങൾ കടന്നു വരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയും? റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ഇബാദത്തുകൾ അനുഷ്ഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഖുർആനിലോ ഹദീസിലോ സ്വഹാബത്തോ ഒന്നും തന്നെ ഒരു പ്രത്യേക ഇബാദത്ത് ആരാധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിൽ പ്രത്യേക ആരാധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേക ആരാധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേക ആരാധനകളില്ല. എന്നാൽ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനകൾ സ്വാഭാവികമായും കടന്നു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേക പുണ്യം കൽപ്പിച്ച് പല പ്രവർത്തികളും അന്ന് ചെയ്തു വരുന്നു. അതിലൊന്നും ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂലിയല്ല ലഭിക്കുന്നത്. അവിടെയൊക്കെ കുറ്റം ലഭിക്കും, അവിടെയൊക്കെ ശിക്ഷ ലഭിക്കുമെന്ന് പഠിക്കണം. അത് വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. വളരെ ക്ലിയറായി നമ്മൾ മനസ്സിലാക്കണം. മൻ അമില, ആരെങ്കിലും ഒരു അമല് ചെയ്താൽ ആ അമലിന്റെ പ്രത്യേകത എന്താണ്? ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അതിൻ്റെ മേൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതാണ്. നമ്മൾ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. എന്തിനാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ജുമുഅക്ക് നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് നിർവഹിക്കുന്നത്. വെള്ളിയാഴ്ച സൂറത്തു കഹ്ഫ് പാരായണം ചെയ്യാനുള്ള കാരണം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും ഇന്ന് സുബഹിക്ക് ഓതിയ സൂറത്തുകൾ പോലും സുന്നത്തിൽ പരാമർശിക്കപ്പെട്ട സൂറത്തുകളായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ നാം എന്തുകൊണ്ട് ചെയ്യുന്നു? അതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വഹി അനുസരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. എന്നാലോ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുന്ന് കൽപ്പിക്കാത്തത് പഠിപ്പിക്കാത്തത് ചെയ്യാതിരിക്കലും ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ നിദാനമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതേപോലെ നാലാമതായി നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്ന് സ്ഥിരപ്പെടുത്തേണ്ടി വരുന്ന ഒരു തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നു. 8ഓളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്. അതിലൊരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, 8ഓളം അഭിപ്രായങ്ങളുള്ള ഒരു വിഷയത്തെ റബീഉൽ അവ്വൽ 12ലേക്ക് മാത്രം എടുത്തു പറയുക എന്ന അപകടം അവിടെ സംഭവിക്കുകയാണ്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? എന്തേ 8ഓളം അഭിപ്രായങ്ങൾ പ്രവാചകന്റെ ജന്മവിഷയത്തിലുണ്ടായി? 8ഓളം അഭിപ്രായങ്ങൾ എന്തേ പ്രവാചകന്റെ ജന്മവിഷയത്തിലുണ്ടായി? അതേ സ്വഹാബത്ത് ആ ജന്മദിനത്തെ പ്രത്യേകത കൽപ്പിക്കാത്തത് കൊണ്ടു തന്നെ, താബിഈങ്ങൾ ആ ജന്മദിനത്തിന് പ്രത്യേകത കൽപ്പിക്കാത്തത് കൊണ്ടു തന്നെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജന്മദിനത്തിന് പ്രത്യേകതയൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടു തന്നെ പ്രത്യേകത കൽപ്പിച്ചിരുന്നെങ്കിൽ ആ ദിനം സ്വഹാബത്തിന്റെ മനസ്സുകളിൽ, ഹൃദയത്തിൽ, അവരുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് നിഴലിച്ച് കാണുമായിരുന്നു. ഒരു വാക്കുപോലും അവിടെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല എന്നത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. 5-ാമത്തെ കാര്യം എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ 12 അത് മൂന്നാമത്തൊരു പെരുന്നാളാണ് എന്നാണ് സമൂഹത്തിൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിന്റെ അമ്പിളി ആകാശത്ത് തെളിഞ്ഞപ്പോ ചില പള്ളികളിൽ തക്ബീറിന്റെ ധ്വനികൾ ഉയർന്നു എന്നത് എത്ര ഖേദകരമാണ് അല്ലെ? പള്ളിയിൽ നിന്ന് തക്ബീർ ചൊല്ലണം എപ്പോഴാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പെരുന്നാളിന്റെ സുദിനങ്ങളിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഇതാ ഇന്ന് റബീഉൽ അവ്വലിന്റെ പിറവന്ന സമയത്ത് അത് കേൾക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് പലരും.
തനിക്ക് നന്മയാണെന്ന് തോന്നുന്നതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെച്ച് അതിനൊക്കെ പുണ്യം തനിക്ക് പറഞ്ഞ് അതൊക്കെ ഇസ്ലാമാണെന്ന് പ്രചരിപ്പിക്കാമെന്ന ഒരു ധാരണ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നത് എത്ര വലിയ അപകടമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള മതമാണ്. അതേ, ആ മതത്തിലില്ലാത്തതൊരാൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബകളിലും ശക്തമായി പറഞ്ഞ വാചകം എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാചാരങ്ങളും അത് ളലാലത്താണ്, വഴികേടാണ്. എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പെരുന്നാളിന് പ്രത്യേക ഇബാദത്തുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പെരുന്നാളിന് കുളി സുന്നത്തുണ്ട്, പെരുന്നാളിന് പുതുവസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട്, പെരുന്നാളിന് അതുപോലെ തന്നെ വഴികൾ മാറി സഞ്ചരിക്കൽ സുന്നത്തുണ്ട്. ചോദിക്കട്ടെ, നബിദിനം സുന്നത്താണെങ്കിൽ, നബിദിനം ഇസ്ലാമിലുള്ളതാണെങ്കിൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനത്തിന് ചെയ്യേണ്ട ഏതെങ്കിലും ചര്യകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ഏർപ്പാടെന്താണ്? നബിദിനത്തിന്റെ അന്ന് സുബഹി കഴിഞ്ഞ് മൗലീദ് പാരായണമാണ്, സ്വലാത്ത് ചൊല്ലലാണ്, അതേപോലെ തന്നെ റാലികളാണ്, അതേപോലെ തന്നെ മിഠായി വിതരണങ്ങളാണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യലാണ്. ഇതൊക്കെ ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേക പുണ്യം വെച്ച് ചെയ്യാൻ ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന ചോദ്യത്തിന് എന്തു മറുപടിയാണ് പറയാൻ സാധിക്കുക? അള്ളാഹുവിന്റെ റസൂല് 63-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ആ വിട പറയുന്ന ഡേറ്റിനെ കുറിച്ച് അത് റബീഉൽ അവ്വൽ 12-നാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ് അത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത്. ഒരു മുസൽമാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസത്തെ സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, റോഡുകളിലൂടെ ദഫ്മുട്ടി സന്തോഷിച്ച് പാട്ടുപാടി നടക്കാൻ ഒരു മുസൽമാന് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിറ്റ് സ്നേഹമുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് സാധിക്കുക? എന്തിന്റെ പേര് പറഞ്ഞാലും ആ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ വേദനയോടെയാണ് മദീന കണ്ടത്, സ്വഹാബത്ത് കണ്ടത്. അവര് വേദനിച്ചു പോയ ദിവസമാണ്, മദീന കരഞ്ഞ ദിവസമാണ്. ചരിത്രങ്ങൾക്കപ്പുറം റബീഉൽ അവ്വൽ 12 ഇന്ന് ആ ഒരു ചിന്ത പോലും സമൂഹത്തിനില്ലാത്ത രൂപത്തിൽ എന്തൊക്കെയാണ് DJ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാര് നബിയെ സ്നേഹിക്കുന്നത്. സംഗീതം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാര് നബിയെ സ്നേഹിക്കുന്നത്. കുട്ടി മുഹമ്മദിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പ്രവാചകനെ സ്നേഹിക്കുന്നത്. കേക്ക് മുറിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പ്രവാചകനെ സ്നേഹിക്കുന്നത്. സഹോദരങ്ങൾ, ആരാ ഇതൊക്കെ സ്നേഹമാണെന്ന് പഠിപ്പിച്ചത്? ഇതൊന്നും പ്രവാചകനെ സ്നേഹിക്കലല്ല, ഇതൊന്നും ദീനിനെ സ്നേഹിക്കലല്ല. ഇതൊക്കെ ദീനിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുകയാണ്, പരിഹസിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവപൂർവമാണ് ഈ വിഷയത്തെ നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത്? ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ചെയ്യാതിരുന്ന പോരെ എന്നതാണ് സാധാരണ ആളുകളൊക്കെ പറയാറുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി, ആരാണ് എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നത്, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. തൻ്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിൽ ധരിക്കുമ്പോ ഇതെന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന് ഗൗരവപൂർവം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന പ്രവാചകന്റെ വാചകത്തെ ഗൗരവത്തിലെടുത്ത് ആ വസ്ത്രത്തെ ഉയർത്തിയെടുക്കാൻ കാണിക്കുന്ന ശ്രദ്ധയുണ്ടല്ലോ, അത് പ്രവാചക സ്നേഹമാണ്. അതേപോലെ തന്നെ നിന്റെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന താടിരോമങ്ങളെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇതെന്റെ പ്രവാചകന്റെ സുന്നത്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ വളർത്താൻ കാണിക്കുന്ന നിന്റെ ശ്രദ്ധയുണ്ടല്ലോ, അത് പ്രവാചക സ്നേഹമാണ്. വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും നീ ശ്രദ്ധിക്കുന്നത് പ്രവാചക സ്നേഹമാണ്. നിന്റെ ചെരുപ്പ് ധരിക്കുമ്പോ അത് വലതുകാല് തന്നെ ആദ്യം ധരിക്കണമെന്ന് നീ ചിന്തിക്കുന്നത് പ്രവാചക സ്നേഹമാണ്. വസ്ത്രം ധരിക്കുന്നിടത്ത് വലത്തെ കൈയിനെ മുന്തിക്കുന്നത് അതേ പ്രവാചക സ്നേഹമാണ്. ഇങ്ങനെ വന്നുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളെ
ആര് ഇഷ്ടപ്പെടുന്നുവോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആരാണോ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്, അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ അഹബ്ബ സുന്നത്തി. അവിടെയാണ് സുന്നത്തി എന്ന പദം കടന്നു വരുന്നത്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? നബി പറഞ്ഞ വാക്ക്, നബി പ്രവർത്തിച്ച പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, പ്രവാചകൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം, ഇതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ചോദിക്കട്ടെ സഹോദരങ്ങളെ, നബിദിനം എന്ന ഏർപ്പാടിൽ പ്രവാചകന്റെ വാക്കുണ്ടോ? പ്രവാചകന്റെ ഫിഅല് പ്രവൃത്തിയുണ്ടോ? പ്രവാചകന്റെ മൗനാനുവാദമുണ്ടോ? പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നോ? നമ്മൾ ചിന്തിക്കണ്ടേ. 63 വർഷം ജീവിച്ചപ്പോൾ ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് 63 റബീഉൽ അവ്വൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വലിൽ പോലും സ്വഹാബ, ഇന്ന് 12 സ്വഹാബ, ഒരു ഈത്തപ്പഴം കൊടുത്തിട്ടെങ്കിലും ഇന്നത്തെ ദിവസത്തെ നിങ്ങളൊന്ന് ഹയാത്താക്കണേ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മന്തി കൊടുക്കായിരുന്നു. ഏയ് ഇല്ല, അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ കിട്ടി. അവിടെ നിന്ന് പിന്നീട് 23 വർഷം നബിയായി ജീവിച്ചിട്ട് പോലും 23 റബീഉൽ അവ്വൽ കടന്നു വന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഈ റബീഉൽ അവ്വലിൽ ഇന്ന് പറയുന്നൊരു ഏർപ്പാട് അള്ളാന്റെ റസൂല് കാണിച്ചിട്ടില്ല. അപ്പോഴോ ഇന്ന് ചില ആൾക്കാർ പറയാ നബിദിനം ആഘോഷിക്കാത്തവർക്കൊന്നും സ്വർഗ്ഗമില്ലട്ടോന്ന്. എങ്കിൽ ആ സ്വർഗത്തിൽ പോകാതിരിക്കുന്നത് മുത്തു നേതാവാണെന്നാണ് അവർ അറിയാതെ പറഞ്ഞു പോകുന്നത്. മഅദല്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, നബിദിനം കഴിക്കാത്തവർ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ആ മുത്തു നേതാവ് സ്വർഗത്തിൽ പോകൂല. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റോ? നിങ്ങൾക്ക് പറ്റോ? ഇല്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ പറയാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം എന്താ? ആ പ്രവാചകനാണ് സ്വർഗത്തിൽ ആദ്യമായി അതിൻ്റെ വാതിലുകളിൽ മുട്ടുന്നത്. ആ പ്രവാചകനാണ് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത്. ആ പ്രവാചകനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തതോ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം നടന്ന സ്വഹാബത്ത് അല്ലേ? പ്രവാചകൻ കഴിഞ്ഞ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായി അറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നബിദിനം ആഘോഷിച്ചിട്ടില്ല അല്ലെ? അവിടെ നിന്ന് പ്രവാചകന്റെ വഫാത്തിന് ശേഷം 2 വർഷവും 3 മാസവും ഇവിടെ ഖലീഫയായി നിലനിന്നു. അവിടെ നിന്ന് പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. റബീഉൽ അവ്വൽ 2 കടന്നു വന്നിട്ടുണ്ടാകുമല്ലോ, അവിടെ നിന്ന് അത് ആഘോഷിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവും അവിടെ നിന്ന് ഭരണം നടത്തി. ഇല്ല, 10 റബീഉൽ അവ്വലെങ്കിലും ചുരുങ്ങിയത് കടന്നു പോയിട്ടുണ്ടാകുമല്ലോ. ഒരു റബീഉൽ അവ്വലിൽ പോലും ഈ ഏർപ്പാട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഖലീഫയായി 11 വർഷവും 11 മാസവും അതേ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇല്ല, ഒരു റബീഉൽ അവ്വലിൽ പോലും ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നും അതേ ഖലീഫയായി 4 വർഷത്തോളം, അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ വർഷക്കാലം 30ഓളം വർഷം ഇവിടെ ഭരണം നടത്തുമ്പോൾ ഇല്ല, ഒരു വർഷം പോലും ഒരു റബീഉൽ അവ്വലിൽ പോലും ഇന്ന് കാണുന്ന ഏർപ്പാട് നടത്തിയിട്ടില്ല. സഹോദരങ്ങളെ, അവർക്കൊന്നും ഹബീബിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ, അവർ പ്രവാചകനെ സ്നേഹിച്ചില്ലെന്ന് പറയാൻ അല്ലേ ആർക്കാ പറ്റുക? എന്നിട്ട് പറയാ ഇന്ന് നബിദിനം ഞങ്ങൾ ആഘോഷിക്കൂല, കാരണം നബി ആഘോഷിക്കാത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നവർക്ക് മുത്ത് നേതാവിനോട് ഇഷ്ടമില്ല, ഹുബില്ല, സ്നേഹമില്ല, അവർക്ക് പ്രവാചകനെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇഷ്ടമില്ലാത്തത് സ്വഹാബത്തിനാണെന്നാണ് പറയേണ്ടി വരിക. അങ്ങനെ പറയാൻ പറ്റൂല സഹോദരങ്ങളെ. ഇവർ മാത്രമല്ല, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടില്ല, ഇമാമിങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അഹ്മദ് ബിൻ ഹംബൽ, മാലിക്, അതുപോലെ അബൂ ഹനീഫ, ഇവരൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇവരൊന്നും തന്നെ നബിദിനം ആഘോഷിച്ചിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ മുഴുവൻ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഹയാത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ, ഒരു കാര്യം ഒഴികെ. ഏതാണ് ആ കാര്യം? സൗറന്ന ഗുഹയിൽ ഹിജറയുടെ വഴിയിൽ 3 ദിവസം അള്ളാഹിൻ്റെ റസൂല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അതെന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയാ, അതൊരു സുന്നത്ത് പോലല്ല. സൗറന്ന ഗുഹയിൽ പ്രവാചകൻ യാത്രക്കിടയിൽ
താമസിച്ചത് എനിക്ക് ഹയാത്താക്കാൻ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, പിന്നീട് എനിക്ക് അതിനു കൂടി സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ആലോചിക്കുക. ഇവിടെയാണ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ മിഠായി കഴിക്കാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അതിൻ്റെ ഒപ്പൊന്നും പോണില്ല, ഇത് ഭക്ഷണമെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത്. സഹോദരങ്ങളെ, ദീനിലില്ലാത്തൊരു ഏർപ്പാട് ദീനിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാ കഴിക്കാൻ പറ്റുക? എങ്ങനെയാ ഒരു മുസ്ലിമിന് കഴിക്കുക? അള്ളാൻ്റെ റസൂല്, അള്ളയും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യത്തെ അത് ദീനിലുണ്ട് എന്ന് പറഞ്ഞ് അതിലുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയാ കഴിക്കാൻ പറ്റുക? ഒരിക്കലും കഴിക്കാൻ പറ്റൂല. അത് അള്ളാഹുവിനെ അവഹേളിക്കലാണ്, അള്ളാഹുവിനെ ചീത്ത പറയലാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾ അള്ളാഹുവിനെ, അവന്റെ ദീനിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണോ? കുൽ നബിയെ പറയണം, അത്തുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹിനെ ദീൻ പഠിപ്പിക്കുകയാണോ? കാരണം എന്താ? ഇങ്ങനെയൊക്കെ ദീനിലുണ്ട് എന്ന് നിങ്ങൾ അള്ളാഹിനോട് അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ എന്ന്. കാരണം അള്ളാഹ് ദീൻ പഠിപ്പിച്ചതിൽ ഇതൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? നബിദിനുണ്ട് കേട്ടോ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹിൻ്റെ ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിലൂടെ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് നബിദിനം ഉണ്ട് എന്ന് വാദിക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്താണ്? ഒന്നെന്താണ്? അതെ, പരിശുദ്ധ ഖുർആനിൽ. ഇപ്പൊ ചില ആളുകളോട് ചോദിക്കുക, നബിദിനത്തിന് ഖുർആനിൽ തെളിവുണ്ടോ? ചില ആൾക്കാർ പറയും ഖുർആനിൽ തെളിവുണ്ട്. എന്താണ്? സൂറത്ത് യൂനുസിലെ ആയത്തുണ്ട്. എന്താണ് ആയത്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുൽ നബിയെ പറയണം, എന്താണ് പറയേണ്ടത്? അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുത്തുനേതാവാണ്. അതുകൊണ്ടും ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അല്ലെ, നബിദിനത്തിന് ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓതണ ആയത്താണ്. സഹോദരങ്ങൾ, ഈ ആയത്തിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ആയത്തിലെ റഹ്മത്ത് എന്ന് പറഞ്ഞത് ഭൂരിഭാഗം മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തിയത് അത് ഖുർആനാണ് എന്നതാണ്. എന്നാലോ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നബിയാണ്. ഞാൻ ആയിക്കോട്ടെ, വാദത്തിന് നബിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഈ ആയത്ത് ആദ്യം ഓതിക്കേട്ടത് ആരാ? എല്ലാവരും ചിന്തിച്ചോട്ടോ. ഈ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം ഓതിക്കൊടുത്തത് ആർക്കാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പിന്നീട് ആർക്ക് ഓതിക്കൊടുത്തു? സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. അല്ലെ, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. പിന്നെയോ താബിഈങ്ങൾ, പിന്നെ തബഉ താബിഈങ്ങൾ, അവരൊക്കെ. എന്നാലോ പരിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പന, ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്ക്. കൽപ്പനയാണത്. ഒരു കൽപ്പനയുണ്ടായിട്ട് അത് ഇന്ന് പറയുന്ന ആളുകൾ പറയുന്നത് നബിദിനം എന്ന പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൽപ്പന അള്ളാൻ്റെ റസൂല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല എന്ന് പറയൽ എത്ര ഗൗരവമാണ്. എങ്ങനെ? ഖുർആനിലൊരു ആയത്തുണ്ടായിട്ട്, ഒരു കൽപ്പനയുണ്ടായിട്ട് ആ കൽപ്പന ഹയാത്താക്കാതെയാണ് ഈ ദീൻ പൂർത്തിയാക്കപ്പെടുന്നിടത്ത് അവസാന പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത് എന്ന് പറയുമ്പോൾ അതെത്ര ഗൗരവമാണ്. സ്വഹാബത്ത്, അവർക്ക് ദീൻ അറിയില്ലായിരുന്നു. അള്ളാൻ്റെ റസൂലിന് ആ ആയത്ത് മനസ്സിലായില്ല. അത് കുഫ്ർ വരെയാണ്. അള്ളാൻ്റെ റസൂലിന് ദീൻ അറിയില്ല എന്ന് പറയൽ കുഫറാണ്. എന്താണ്? അള്ളാൻ്റെ റസൂലിന് ഈ ആയത്ത് മനസ്സിലായില്ല. ഈ ആയത്തനുസരിച്ച് പ്രവാചകൻ നബിദിനം ആഘോഷിച്ചില്ല എന്ന് പറയൽ എന്താണ്? അത് കുഫർ വരെ എത്തും. കാരണം എന്താ? അള്ളാൻ്റെ റസൂൽ ഇത് ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രവാചകന് ഈ ആയത്ത് മനസ്സിലായില്ല എന്ന് പറയൽ എത്ര ഗൗരവമാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ വിഷയം മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ആരംഭിക്കുകയാണ്, തുടങ്ങുകയാണ്, ആ ബിദ്അത്തിന്റെ പ്രത്യേകത എന്താണ്? ജനങ്ങളൊക്കെ അതിനെ നല്ലതായിട്ടാണ് കണക്കാക്കുന്നത്. യറാഅഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. അവൻ വാദിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ് പ്രവാചകനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ്. എത്ര ഗൗരവ! ഒന്നില്ലെങ്കിൽ പ്രവാചകന് ദീൻ അറിയില്ല എന്ന് പറയേണ്ടി വരും,
അല്ലെങ്കിലോ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാതെ ഈ ഉമ്മത്തിനെ വഞ്ചിച്ച വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ടി വരും. ഇത് രണ്ടും പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ നബിദിനം ആഘോഷിക്കാത്തത്. അതുകൊണ്ടാണ് ഈ നബിദിനം ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ ഒരു മിഠായി വിതരണം പാടില്ല എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ ഒരു ഘോഷയാത്ര ഇല്ല എന്ന് ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത്. അതുമാത്രല്ല സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റബീഉൽ അവ്വൽ പിറന്ന മുതൽ മങ്കൂസ് മൗലൂദ് എല്ലാ പള്ളികളിലും പാരായണം ചെയ്യല്ലേ. മഗ്രിബ് കഴിഞ്ഞാ തുടങ്ങാണ്, മൈക്കൊക്കെ കെട്ടിവെച്ച് പാരായണം തുടങ്ങാണ്. സഹോദരങ്ങളെ, എന്തൊക്കെയാ അതിൽ പഠിപ്പിക്കണേ അല്ലേ? അതിലൊക്കെ നബിയോട് തേടാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ അസ്രി വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലേ, എന്താ പാടണേ? ധാരാളം പാപങ്ങളുമായിട്ട് ഞങ്ങൾ ഇതാ വരുന്നു നബിയെ, അങ്ങയോടാണ് ആവലാതി ചോദിക്കുന്നത്, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുത്താ നബിയേ എന്ന് നബിയോടാണ് ഒരാൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ? അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യഗ്ഫിറു ദുനൂബ ജമീഅ, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കും എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലയാണ്, നബിയല്ല. നബിയോട് തേടൽ ഷിർക്കാണ്, ഷിർക്കിന്റെ വരികളാണ്. വഅന്നൽ മസാജിദ് ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന പരിശുദ്ധ ഖുർആനിലെ പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, അവിടെ അല്ലാഹുവല്ലാത്തൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആയത്തിന്റെ ഘടകവിരുദ്ധമായ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം വരികളുണ്ട്. ആ വരികൾ പാടി സമയം കളയുന്നില്ല. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കാൻ വേണ്ടിയാണ് ഇത് ഖുത്ബകളിലൂടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാ ബിദ്അത്തുകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനോടൊക്കെ നമ്മൾ നോ പറയാൻ സാധിക്കണം. ഇപ്പൊ റീൽസിലൊക്കെ ചില ആളുകൾ, ചില കേമന്മാരൊക്കെ ചില റീൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് 34 ലൈക്കൊക്കെയാ, 34,000 ലൈക്കൊക്കെയാ അതിൽ കിട്ടിയേക്കണേ. എന്താപ്പേ, ഒരു ചെങ്ങായി ബുള്ളറ്റും വരാ, എന്നിട്ട് ചോദിക്കുക എവിടെ പോകാ? ഞാൻ നബിദിനത്തിന് പോകാം, അവിടെ നല്ല ചോറ് കിട്ടും. അപ്പോൾ വേറൊരുത്തൻ പറയാ, അത് നബി ആഘോഷിച്ചിട്ടില്ലല്ലോ, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ബുള്ളറ്റിലിരുന്ന ചെങ്ങായി പറയാ, അപ്പോൾ നിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചപ്പോഴോ അതിപ്പോൾ നബി ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? അതിപ്പോൾ താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പോഴാ ഇവനിങ്ങനെ ആലോചിക്കണം, അല്ലോ ഇതാരും ചെയ്തിട്ടില്ലല്ലോ, അന്ന് ഞാനും വരുന്നുണ്ട്, കുപ്പായിട്ട് അവനും ഇറങ്ങി അത്രേ. എന്നൊക്കെ ഒന്ന് സ്ഥിരപ്പെടുത്താൻ വേറൊരു കള്ളം, ഒരു കള്ളത്തെ സ്ഥിരപ്പെടുത്താൻ വേറൊരു കള്ളം. ഇത് രണ്ടും ഇസ്ലാമിലില്ല. ഇത് രണ്ടുമില്ല. നബിദിനോ ഇല്ല, ബർത്ത്ഡേ ഇല്ല. പിന്നെ എങ്ങനെ ഇപ്പം ഇത് തെളിവാകാം? ഇതൊക്കെ പറ്റിക്കാൻ പറ്റുന്നവരുടെ മുമ്പിൽ പറഞ്ഞ ഏർപ്പാട് നടത്താൻ പറ്റും. പക്ഷേ ദീൻ പഠിക്കുന്ന ആൾക്കാരെ പൊട്ടിസാക്കാൻ ഇത് പറ്റൂല. ബർത്ത്ഡേ ഇസ്ലാമിലില്ല. അല്ലെ, ബർത്ത്ഡേ ഇസ്ലാം ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, ബുദ്ധമതക്കാർ അവരുടെ ആചാര്യന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, മറ്റു ഇതര ആളുകൾ അതൊക്കെ ആഘോഷിക്കുമ്പോൾ അതൊക്കെ അതിൽ നിന്ന് കടന്നു വന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കഴിഞ്ഞു പോയവരുടെ ആ വഴിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിളവൊക്കെ ചില ആൾക്കാരൊക്കെ എടുക്കേണ്ട, അതിലൊന്നും പെട്ടുപോകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിലുണ്ട്, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഹദീസിലുണ്ട്, ദീൻ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ സ്വഹാബത്തിന്റെ ഫഹ്മു സ്വഹാബ, ആ സ്വഹാബത്ത് ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കി കാണിച്ചു തന്നോ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.